നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2 വർഷത്തിലേറെയായി പരിശുദ്ധ സിംഹാസനത്തിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളായി സേവനമനുഷ്ഠിച്ചു വരുന്ന 13 അംബാസിഡർമാർക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിലുള്ള ഉന്നത ബഹുമതി സമ്മാനിച്ചു. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ട് സ്ഥാനം വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് റുഡെല്ലിയാണ് ബഹുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയത്. വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികൾ അംബാസിഡർമാർക്ക് നൽകപ്പെട്ടു. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ശക്തമായ ബോംബാക്രമണങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുവാൻ അവർക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നതിന്റെ തെളിവാണെന്ന് യുക്രൈനിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് വിസ്വാൽദാസ് കുൽബോഗാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിലുണ്ടായ അതിരൂക്ഷമായ റഷ്യൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നദ്ധ പ്രവർത്തകരെ പോലും ലക്ഷ്യമിട്ടിട്ടുള്ള ബോംബാക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ദുരിതബാധിതരായ ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ജീവനക്കാരെയും സന്നദ്ധ സംഘടനകളെയും ബോധപൂർവം ലക്ഷ്യമിട്ടാണ് റഷ്യൻ സേന ആക്രമണം നടത്തുന്നതെന്ന് ആർച്ച് ബിഷപ്പ് കുൽബോഗാസ് പറഞ്ഞു. കടുത്ത മതപീഡനങ്ങളും വിവേചനങ്ങളും നേരിടുമ്പോഴും പാകിസ്ഥാനിലെ കത്തോലിക്ക സഭ വിശ്വാസത്തിൽ വളരുകയാണെന്ന് പാകിസ്ഥാൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ബിഷപ്പ് സാംസൺ ഷുക്കാഡിൻ റോമിലെ തങ്ങളുടെ ഔദ്യോഗിക അത്ലിമിന സന്ദർശനത്തിനിടെ ലിയോ 14 മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വത്തിക്കാൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും മാർപ്പാപ്പ നൽകിയ പ്രത്യാശയെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തണമെന്നും പ്രാർത്ഥനയോടെ ഒപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖം അവസാനിപ്പിച്ചത്. മേഘാലയയ്ക്കും ഡോൺ ബോസ്കോ കോളേജിനും അഭിമാന നിമിഷം. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന 13ാമത് കോമൺവെൽത്ത് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുവാൻ മേഘാലയയിലെ തുറ ഡോൺ ബോസ്കോ കോളേജ് വിദ്യാർത്ഥിനിയായ നന്ദിനി ഇഷ്മി ഒ സാങ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. 2026 ജൂലൈ 26 മുതൽ 31 വരെ നടക്കുന്ന ഈ അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന 6 യുവ പ്രതിനിധികളിൽ ഒരാളാണ് നന്ദിനി. നന്ദിനിയുടെ ഈ അപൂർവ നേട്ടത്തിൽ ഡോൺ ബോസ്കോ കോളേജ് കുടുംബവും ഹാരോ ഹിൽസ് മേഖലയും വലിയ സന്തോഷത്തിലാണ്. കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അമ്മ നൽകിയ പിന്തുണയുടെയും ഫലമാണ് നന്ദിനിയുടെ ഈ വിജയമെന്ന് കോളേജ് അധികൃതർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. യുദ്ധങ്ങളും സംഘർഷങ്ങളും കൊണ്ട് അശാന്തമായ ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ക്രൈസ്തവർ കൂടുതൽ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. കത്തോലിക്ക കോപ്റ്റിക് ഓർത്തഡോക്സ് സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് അലക്സാൻഡ്രിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാതലവൻ തവാദോസ് 2ാമൻ പാത്രിയാർക്കീസിന് അയച്ച പ്രത്യേക കത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. മെയ് 15 വെള്ളിയാഴ്ച രാവിലെ ഇരു സഭാതലവന്മാരും തമ്മിൽ ഫോണിലൂടെ ദീർഘനേരം സൗഹാർദ്ദപരമായി സംസാരിക്കുകയും ചെയ്തു. തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച ഉദാത്തമായ ഈ സൗഹൃദ പാരമ്പര്യത്തെ ഏറെ സന്തോഷത്തോടെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ലിയോ 14 മാർപ്പാപ്പ കത്തിൽ കുറിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.